ഹായ് ഓൾ, എല്ലാവർക്കും സൂര്യാസ് മാനിഫെസ്റ്റേഷൻ ആൻഡ് ലൈഫ് വ്ലോഗ് എന്ന് പറയുന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പിന്നെ എഴുതി വെക്കുന്നത് നമുക്ക് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ സാധിക്കണം എന്നുണ്ട് എന്നുള്ളത് നമ്മൾ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് എഴുതി വെക്കുന്നതിനാണ് നമ്മൾ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പേപ്പർ കട്ടിംഗ് ഒക്കെ വെച്ചിട്ടൊക്കെ അവർ ചെയ്യാറുണ്ട്, ഒരു പടമൊക്കെ വരച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരാൾക്ക് പോലും പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നൊരു ഡിജിറ്റൽ വേയിലുള്ള വിഷൻ ബോർഡ് ക്രിയേഷനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്കത് ചാറ്റ് ജി പി ടിയും ക്യാൻവയും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എൻ്റെ വിഷൻ 2025 എന്തൊക്കെയാണെന്നുള്ളത്. എന്നിട്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഇതാക്കാം. ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങളുടെ റൂമിലൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചൊക്കെ വയ്ക്കാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ വിഷൻ ബോർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടൊരു കാര്യം, ഈ ചാറ്റ് ജി പി ടി ഉണ്ടല്ലോ, ഞാൻ അതിൻ്റെ ഒരു വിഷൻ ബോർഡിൻ്റെ പ്രോംപ്റ്റൊക്കെ കൊടുത്ത് എൻ്റെ ഗോൾസൊക്കെ വെച്ചിട്ടാണോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഈ സാധനം ഞാൻ അങ്ങോട്ട് കോപ്പി 2025 വിഷൻ ബോർഡ് കോപ്പി ചെയ്തു. എന്നിട്ട് നമുക്ക് പതുക്കെ ക്യാൻവയിലോട്ടോ, പ്രോംപ്റ്റിങ് അറിയാത്ത ആൾക്കാർക്ക് ഇതാ ഇവിടെയാണ് പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കേണ്ടത്. സ്പെല്ലിംഗ് ഒന്നും ശരിയാവണമെന്നില്ല. നിങ്ങളുടെ ഒരു ഐഡിയ കൊടുത്താൽ മതി, കറക്റ്റായിട്ട് ചാറ്റ് ജി പി ടി ഇങ്ങനെ അടിച്ചു തരും. ഇപ്പം ആദ്യം എനിക്ക് അടിച്ചു തന്നപ്പോഴത്തേക്കും കുറേ അടിച്ചു തന്നു. അപ്പോൾ ഇത്രയും കൂടെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാനിത് ഷോർട്ടിനാക്കി. എന്നോട് പിന്നെയും പറഞ്ഞ് ചെറുതാക്കാൻ പറഞ്ഞു. അങ്ങനെ ചെറുതാക്കി കിട്ടിയതാണ് ഈ ലാസ്റ്റ് കിടക്കുന്നത്. നമുക്കിനിയിപ്പോൾ ചെയ്യേണ്ടത് ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ക്യാൻവയിൽ വരാം. ക്യാൻവയിൽ ഞാൻ വിഷൻ ബോർഡിൽ നിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇഷ്ടം പോലെ വിഷൻ ബോർഡ്സ് കിട്ടും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷൻ ബോർഡ് ഇത് കുറച്ച് നീറ്റാണ്. എനിക്ക് ഭയങ്കര മെസ്സിയായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇതെടുക്കുകയാണേ. ഇതെടുത്തിട്ട് നമുക്ക് കസ്റ്റമൈസ് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് കയറ്റിയിട്ട് ഇത് വലുതാക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഇതിൽ തന്നെ ചെയ്താലും മതി. നമുക്ക് ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇത് നമുക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ പടങ്ങളൊക്കെ മാറ്റി കൊടുക്കാം, നമ്മുടെ ഇഷ്ടമുള്ള പോലെ. അതിനുള്ള ഇത് വലുതാക്കിയാൽ മതി. വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഞാനിപ്പം എൻ്റെ വിഷൻസൊക്കെ അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? സോറി, നോട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നോട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് ഞാൻ ഈ ചാറ്റ് ജി പി ടിയിൽ കൊണ്ടുവന്ന സാധനം കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. കോപ്പി ചെയ്ത സാധനം ഞാനിങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഓരോന്നായിട്ട് പേസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ വിഷൻ ബോർഡ് ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഞാനങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ളതൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇതുണ്ട്, എൻ്റെ ഏറ്റവും വലിയ വിഷൻ എന്ന് പറയുന്നത് എൻ്റെ റൈറ്റ് ബോർഡിൻ്റെ സക്സസ് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതായിട്ട് നമുക്ക് എന്താണ്, സ്വാഭാവികമായിട്ട് നമുക്ക് വരുമാനം വേണം. പിന്നെ ഏറ്റവും എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ കളറിലുള്ള ഓൾട്ടോ തന്നെ വാങ്ങിക്കണം എന്നുള്ളതാണ്. കാരണം ഞാൻ ജോലി ചെയ്ത് പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നു. അത് ഈ കളറിലുള്ള ഓൾട്ടോ ആയിരുന്നു. പക്ഷെ അത് ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് കൊടുക്കേണ്ടി വന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല കൊടുത്തത്. അപ്പോൾ എനിക്ക് അതേ വണ്ടി തന്നെ സ്വന്തമാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ ഒരു വലിയ വിഷൻ എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഒരുപാട് കാലത്തെ ഒരു മോഹമാണ് ഒരു ഇ ബുക്ക് എഴുതണം എന്നുള്ളത്. അപ്പോൾ ഇ ബുക്കോ അല്ലെങ്കിൽ വേറെ എന്താ പറയുക, അല്ലാതെയുള്ള ഫിസിക്കൽ ബുക്കാണെങ്കിലും എഴുതണം എന്നുള്ള ഒരു ബുക്ക് എഴുതുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീമാണ്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഫാമിലി പ്രയോറിറ്റി തന്നെയാണ്. പിന്നെ എന്താണ്, നമുക്ക് ബക്കറ്റ് ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്കും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. ശ്രീലങ്ക എന്തോ എനിക്ക് ഒരുപാട് നാളായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഫാസിനേഷനായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ശ്രീലങ്കയിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. കുട്ടി കുട്ടി ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ ഈ വിഷൻ ബോർഡ് പിന്നെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്.
നമുക്കിത് ഫോണിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് വാൾപേപ്പർ ആക്കി വയ്ക്കാം. ഏതായാലും ഞാനിതെൻ്റെ ഡെസ്ക്ടോപ്പ് വാൾപേപ്പർ ആക്കി തന്നെ വയ്ക്കും. കാരണം നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. അപ്പം നോക്കാം നമുക്ക്. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് വിഷൻ ബോർഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് നോക്കുന്നത്. അപ്പം എൻ്റെ ആ ഒരു ജേർണി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. എങ്ങനെയുണ്ട് ഇതുവഴിയിട്ട് പിന്നെ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആ ഒരു എൻ്റെ ജേർണിയുടെ കൂട്ടത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂടെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻ പറയുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.